പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ജോയ്സ് അഗ്രികൾച്ചർ ഡയറി ഫാമിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 4 പുതിയ അതിഥികളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ തെങ്ങുകളായി അതിൻ്റെ മണ്ടയ്ക്കൊന്ന് തേങ്ങയൊന്നും പറിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ആയിട്ട് വരുന്ന സ്ഥാനത്താണ് ഞാൻ ഇവരെ കൊണ്ടുവന്നത്. ഇവർ 3 വിദേശികളും ഒരു കോയമ്പത്തൂർക്കാരനുമാണ്. ഇവനൊരു വിദേശിയാണ്. 80 വർഷം വരെ ഇത് നിൽക്കും. 3.5 വർഷം കഴിയുമ്പോൾ മുതൽ ഫലം തന്നു തുടങ്ങും, ചൊട്ടയിട്ട് തുടങ്ങും. ഇവൻ്റെ പേരാണ് ശ്രീലങ്കൻ ഹൈബ്രിഡ്. ഒരു തേങ്ങ ഏകദേശം 1.5 കിലോയോളം തൂക്കം വരും. ശല്യം വളരെ കുറവാണ്. ഞാനിത് ട്രിവാൻഡ്രത്തു നിന്നാണ് വാങ്ങിയത്. നല്ല മികച്ചൊരു തൈയാണ്. പിന്നീട് അടുത്ത ആളെ കാണിക്കാൻ വേണ്ടി പോകുന്നതാണ്. അവരെയൊക്കെ നിങ്ങൾക്ക് പറയും. ഇവനാണ് കോയമ്പത്തൂർക്കാരൻ. ഇത് 2.5 കൊല്ലം കഴിയുമ്പോൾ ചൊട്ടയിട്ട് തുടങ്ങും. ഉമാവതി ഫാമിൻ്റെ വകയാണ്. ഇവൻ്റെ പേരാണ് രാംഗംഗ. ഗംഗാബോണ്ടമല്ല, രാംഗംഗ. ഗംഗാബോണ്ടത്തിൻ്റെ ചേട്ടനാണ്. 2.5 കൊല്ലം ആകുമ്പോഴത്തേന് ഇവൻ കായ്ച്ചു തുടങ്ങും. ഇവനും ശല്യം വളരെ കുറവാണ്. അടുത്തതാണ്. എൻ്റെ തോട്ടത്തിൽ വേറെ കുറേ കാര്യങ്ങൾ നിൽപ്പുണ്ട്. ഉണ്ടോ? ഇവരെല്ലാം ഉള്ളവരാ. ഇവരെല്ലാം കൂട്ടത്തിൽ നടുവിലാണ് ഞാൻ അവരെ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത്. ഉണ്ടോ? ഇതൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ള 3ാമത്തെ കൂട്ടനാണ്. ഇതാണ്ട് ഇവൻ. ഇത് ശ്രീലങ്കൻ കുള്ളനാണ്. മറ്റേത് ഇച്ചിരി ടോളായിട്ട് പോകുമ്പം ഇത് ചെറിയ കുള്ളനാണ്. 3.5 വർഷം ആകുമ്പോഴത്തേന് 3 വർഷം ആകുമ്പോഴത്തേന് ഇവൻ കായ്ച്ചു തുടങ്ങും. ഇവനും ശല്യം വളരെ കുറവാണ്. ഇനി അടുത്തതാണ് എൻ്റെ തോട്ടത്തിലുള്ള മറ്റുള്ളവരെ ഞാൻ പരിചയപ്പെടുത്തി. ഇവരെയൊക്കെ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അവരെ പരിചയപ്പെടുത്തുന്നില്ല. ഇവരെല്ലാം എൻ്റെ അതിഥികളാണ്, എൻ്റെ ഇവിടെ ഉള്ളവരാണ്. എന്ന് ഇവരെ കണ്ടൊക്കെ സംസാരിച്ചൊക്കെയാണ് പോകുന്നത്. പിന്നെ അടുത്ത പാർട്ടിയാണ് ഇവനാണ്. ഇതാണ് ദേവ. ഇത് ഫിലിപ്പീൻസ് ഉള്ളതാണ്. ഇവന് 2.5 വർഷം കഴിയുമ്പോഴത്തേന് കായ്ക്കുന്നതാണ്. ഇത്രയുമാണ് ഇത്. പിന്നെ എൻ്റെ അടുത്തുള്ള തെങ്ങുകളാണ് ഇതൊക്കെ. ഇതൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് വെട്ടിക്കളഞ്ഞേ പറ്റുള്ളൂ. വീടിനോട് ചേർന്ന് നിൽക്കുകയാണ്. കേട്ടോ? ഇവരൊക്കെ ഇനി ഇവരെല്ലാം ഉയർത്തി പോകുന്ന പാർട്ടിക്കാരാണ്. പക്ഷെ ഇവർ ഉയർത്തി പോയാൽ എനിക്ക് പിന്നെ പറിക്കാൻ പറ്റാതാവും. അതുകൊണ്ടാണ് ഇവരെയൊക്കെ. ഉണ്ടോ? ഇവരൊക്കെ കുറച്ചുകൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ മേലോട്ട് പോവും. പിന്നീട് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന തെങ്ങാണ്. അതുകൊണ്ടാണല്ലോ ആ വീടിൻ്റെ മേളിൽ നിൽപ്പുണ്ട്. അവരെ ഒന്നും നമുക്കിനി പരിപാലിക്കാൻ പറ്റത്തില്ല. ആളില്ലാതെ പറ്റില്ല. 2 കൊല്ലം തേങ്ങയാണ് അവരുടെ പോയത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നു. വീണ്ടും വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് കയറി കാണുക. താങ്ക് യു.